ഖാസി സിഎം അബ്ദുള്ള മൗലവിയുടെ ഘാതകരെ കണ്ടെത്താനുള്ള പോരാട്ടം 38ാം ദിവസത്തിലേക്ക്. ഖാസി വധക്കേസിലെ അന്തിമ റിപ്പോർട്ട് സിബിഐ കോടതി തള്ളുകയും ചെയ്തതിനു പിന്നിൽ ആക്ഷൻ കമ്മിറ്റിയുടെ ഇടപെടലുകൾ മായ്ക്കാൻ പറ്റാത്തതാണ്. മൂന്നാം ഘട്ട റിപ്പോർട്ട് സിബിഐ കോടതി തള്ളിക്കളയുമ്പോൾ ഖാസി സിഎം അബ്ദുള്ള മൗലവിയുടെ ദുരൂഹ മരണത്തിനു പിന്നിലെ ചുരുളഴിയുമെന്നതിൽ സംശയമില്ല. ഖാസിയുടെ മകൻ മുഹമ്മദ് ഷാഫി സമർപ്പിച്ച ഹർജിയിൽ പറയുന്ന കാര്യങ്ങളിൽ അന്വേഷണം മുന്നോട്ടു പോയാൽ കേസിന് വഴിത്തിരിവുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടലുകൾ. ആക്ഷൻ കമ്മിറ്റിയുടെ സമരപന്തലിൽ നിരവധി സംഘടനകളാണ് ദിനംപ്രതി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തു വരുന്നത്. ഒട്ടുമിക്കവരും യുവാക്കളാണ് എന്നതാണ് ഏറെ പ്രത്യേകത നൽകുന്നത്. അറ്റ്ലസ് ആലമ്പാടിയുടെ ഭാരവാഹികൾ സമരപന്തലിൽ നിറസാന്നിധ്യമായിരുന്നു. ഖാസിയുടെ ഘാതകരെ പിടികൂടുവാൻ ആക്ഷൻ കമ്മിറ്റിയുടെ കൂടെ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ സമരപന്തലിൽ വെച്ച് ഉറപ്പു നൽകി. കാസർഗോഡിന്റെ സാംസ്കാരിക രംഗത്ത് മാറ്റങ്ങൾ സൃഷ്ടിച്ച സിറ്റി ഫ്രണ്ട്സ് കാസർഗോഡും സമരപന്തലിൽ ഐക്യദാർഢ്യവുമായി എത്തി. സിറ്റി ഫ്രണ്ട്സ് കാസർഗോഡിന്റെ പ്രസിഡന്റ് ഇബ്രാഹിം ബാങ്കോട്ട്, സെക്രട്ടറി സാഹു അണങ്കൂർ, ട്രഷറർ കബീർ ദർബാർ, വൈസ് പ്രസിഡന്റുമാരായ ഹനീഫ മാർക്കറ്റ്, വഹാബ് മാർക്കറ്റ്, ഭാരവാഹികളായ സമദ്, മഹറൂഫ്, റഹ്മാൻ തൊട്ടാൻ, അർഷാദ് തളങ്കര, ജാഫർ ഉദുമ എന്നിവർ സമരപന്തലിൽ ഐക്യദാർഢ്യം അർപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ ഖാദർ കരിപ്പൊടി ഖാസി കേസുമായി ബന്ധപ്പെട്ട് പ്രഭാഷണം നടത്തി. ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ ഇടപെടലുകൾ ഖാസി കേസിന് പുതിയ വഴിത്തിരിവുണ്ടാക്കുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.